PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സെപ്റ്റംബർ 1-ാം തീയതിയിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിൻ്റെ 49-ാം ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്തിൻ്റെ 49-ാം ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളീധരനാണ്. ശാരദ മുരളീധരൻ തൊട്ട് മുൻപിലത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ 49-ാം ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ എന്താണ് മിഷൻ റൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1-ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2-ാം നമ്പർ ആര്യാന സബലങ്കയും ജേതാക്കളായി. അപ്പോൾ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1-ാം സീഡ് യാനിക് സിന്നറും ലോക വനിത 2-ാം നമ്പർ ആര്യാന സബലങ്കയും ജേതാക്കൾ. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. ഇപ്പോൾ ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. പോൾ വോൾട്ടിൽ 10-ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഇപ്പോൾ പോൾ വോൾട്ടിൽ 10-ാം തവണയാണ് ലോക റെക്കോർഡ് തകർത്ത് ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അപ്പോൾ സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ICCയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയുടെ ജയ് ഷാ. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. അപ്പോൾ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ഏത് രാജ്യത്തെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. UAEയിലാണ്. മലയാളികളായ 2 പേര് ആ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. സജന സജീവനും ആശാ ശോഭനയുമാണ്. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി. ഭിന്നശേഷിക്കാരായ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10-ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ഇതിൻ്റെ 2 ആഴ്ച നീണ്ടുനിന്ന 10-ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. അപ്പോൾ പുതിയ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് IAS ഉദ്യോഗസ്ഥനായ ഗോവിന്ദ് മോഹൻ. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. അപ്പോൾ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം എന്നാണ് ഇന്ത്യയിൽ നമ്മൾ ദൃശ്യമായത് ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ. ആ ഒരു കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് ബാംഗ്ലൂരിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലാണ്. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാകണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമ്മയ്ക്കും ലഭിച്ചു.
അപ്പോൾ മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇടുക്കി ജില്ലയിലെ രാജാകണ്ടം സ്വദേശി CD രവീന്ദ്രൻ. കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനിയായ PT സുഷമ്മയ്ക്കാണ്. 2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന്. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് TV രാധാകൃഷ്ണൻ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. 75,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. അതോടൊപ്പം പ്രശസ്തി പത്രവും നൽകുന്നുണ്ട്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഹരിത സാവിത്രിയാണ്. അപ്പോൾ ഹരിത സാവിത്രിയുടെ നോവലാണ് സിൻ എന്ന നോവലാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സിൻ എന്ന നോവൽ എഴുതിയതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിത സാവിത്രിയാണ്. ഹരിത സാവിത്രിക്കാണ് 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് $20,000 ലഭിക്കും. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡായ $20,000, അതായത് ഏകദേശം 17 ലക്ഷം രൂപ ലഭിക്കുന്നു. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MD വാസുദേവൻ നായർക്ക്. അപ്പോൾ NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ വ്യക്തിയാണ് MD വാസുദേവൻ നായർ. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. അപ്പോൾ ജപ്പാനിലെ നിലവിൽ പ്രധാനമന്ത്രിയായി തുടരുന്നത് ഫുമിയോ കിഷിഡയാണ്. അടുത്ത മാസം സ്ഥാനമൊഴിയുന്നു. തായ്ലാൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. അപ്പോൾ തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത് ശ്രേത്ത തവിസിനാണ്. ഭരണഘടനാ കോടതി പുറത്താക്കിയിട്ടുണ്ട്. പെയ്ത്തോങ്താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലാൻഡിലെ പ്രധാനമന്ത്രി. അപ്പോൾ തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ചോദിക്കുകയാണെങ്കിൽ പെയ്ത്തോങ്താൻ ഷിനാവത്രയാണ്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് SSLV 3ാം വിക്ഷേപണം വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളായ അതായത് SSLV 3ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും ലഭിച്ചു. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അപ്പോൾ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച 2 വ്യക്തികളാണ് KS ചിത്രയും സംഗീത സംവിധായകൻ ഉത്തം സിംഗ്. 2 ലക്ഷം രൂപയും ഫലകവുമാണ് ഇതിൻ്റെ സമ്മാനം. രാഹുൽ നവീൻ ആണ് അടുത്ത ED ഡയറക്ടർ. അപ്പോൾ EDയുടെ അടുത്ത ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് രാഹുൽ നവീനാണ്. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. അപ്പോൾ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGPയായി സ്ഥാനക്കയറ്റം നൽകി. SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി ചുമതലയേറ്റു. അപ്പോൾ നമുക്ക് എക്കണോമിക്സിൽ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. SBIയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് DS സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. അപ്പോൾ പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം നടത്തുന്ന
ആദ്യ പ്രധാനമന്ത്രിയാണ്. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മധാബർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കി. അപ്പോൾ ഗുജറാത്ത് കച്ച് ജില്ലയിലെ മധാബർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കി. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അപ്പോൾ പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. അപ്പോൾ VP മോഹൻകുമാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറേറ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറേറ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. അപ്പോൾ ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസമായ അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകനായ മോഹൻ വിട പറഞ്ഞു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് സെപ്റ്റംബർ 1-ാം തീയതിയിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നെ എഴുതി വെച്ച് പഠിക്കുക. നമുക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആവർത്തിച്ച് തന്നെ ചോദിക്കുന്ന ഒരു മേഖലയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.